ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു വെബ് പേജ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. എന്താണെന്നറിയാമോ വെബ് പേജ്? ഒരു വെബ് പേജ് എന്നത് കമ്പ്യൂട്ടർ, ഫോൺ, ടാബ്ലറ്റ് എന്നിവയുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പേജിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ വെബ് പേജുകളുടെ ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. വെബ് ബ്രൗസറിൻ്റെ എക്സാമ്പിളാണ് മോസില്ല ഫയർഫോക്സ്, ക്രോമിയം, ഗൂഗിൾ ക്രോം, സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ റിസോഴ്സസിൽ school.html ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9ൽ ഇവിടെ വെബ് പേജ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ഇവിടെ school.html ഉണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ? ഇതാണ് school.html. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് എടുക്കണം. അതിന് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക്, ജസ്റ്റ് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ പേജ് സോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ HTML കോഡ്. ഇത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു HTML എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗോട് കൂടിയായിരിക്കും. നോക്കിയേ, ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ HTML ടാഗ് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ആ HTML നമ്മൾ ക്ലോസ് ചെയ്യണം. HTML ക്ലോസ് ചെയ്യുന്നത് ഒരു സ്ലാഷ് ഉപയോഗിച്ചാണ് ക്ലോസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓപ്പൺ ചെയ്യുന്നത് ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ HTML എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലോസ് ചെയ്യുന്നത് ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ഒരു സ്ലാഷും കൂടെ കൊടുക്കുക. അങ്ങനെയാണ് ഒരു HTML ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഹെഡ് ടാഗ് കൊടുക്കുന്നു. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം നോക്കി, ഇവിടെ ഒരു ടൈറ്റിൽ ടാഗ് ഉണ്ട് അല്ലേ? ഈ ഹെഡ് ടാഗിനുള്ളിൽ വീണ്ടും ഒരു ടൈറ്റിൽ ടാഗ് ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗവൺമെൻറ് HSS തിരുവനന്തപുരം. ഇത് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്തതെന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഏറ്റവും മുകളിലായിട്ട് കണ്ടോ ഗവൺമെൻറ് HSS തിരുവനന്തപുരം എന്ന് കിടക്കുന്ന കണ്ടോ? ഇതാണ് നമ്മൾ ടൈറ്റിൽ ടാഗിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, അടുത്തത് ഒരു ടേബിൾ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ വിഡ്ത്ത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ്. ഇനി നമുക്കിവിടെ അടുത്ത് നോക്കാം. ഈ H1, H3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ H1, H2 അങ്ങനെയാണ് കൊടുക്കുന്നത്. ഹെഡിങ് കൊടുക്കാൻ വേണ്ടി H1 തൊട്ട് H6 വരെയുണ്ട്. H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൈസ് നമ്മൾ H1ൽ കൊടുക്കുന്നു. അതിൻ്റെ താഴ്ന്ന സൈസ് H2ൽ കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും ചെറിയ സൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് H6ൽ കൊടുക്കണം. ഇവിടെ നോക്കിയേ, H1 അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിങ് സെൻറ്ററിലേക്ക് വരണം. അതുപോലെ തന്നെ ഗവൺമെൻറ് HSS തിരുവനന്തപുരം എന്ന് വേണം നമ്മുടെ ഏറ്റവും വലിയ ഹെഡിങ് വരാനായിട്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, കണ്ടോ? അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ കണ്ടോ, ഏറ്റവും വലിയ ഹെഡിങ് വന്നിരിക്കുന്നത് നമ്മൾ H1ൽ കൊടുത്തതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത് എംപവറിംഗ് സ്റ്റുഡൻസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് H3യിലാണ്. അപ്പം നോക്കിയ സൈസ് വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ നോക്കി, ഹോം, എബൌട്ടസ്, അഡ്മിഷൻസ്, അക്കാഡമിക്, കോണ്ടാക്ടസ്, ഇത്രയും ഉണ്ടല്ലേ? ഇതെല്ലാം ഒരു ലിങ്ക് പോലെയാണ് കിടക്കുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഇപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു പേജിലേക്ക് പോകണം. അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. HTML ലിങ്ക് കൊടുക്കാനായിട്ട് നോക്കിയേ, ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ AHREF ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. AHREF എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് നോക്കിയേ, വെൽക്കം ടു അവർ സ്കൂളിൽ കുറച്ച് ഹെഡിങ്ങുകളുണ്ട്. അതിനുള്ളിൽ കുറച്ച് പാരഗ്രാഫുകളുണ്ട് അല്ലേ? പിന്നെ പാരഗ്രാഫ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേരാണ് PM. ഇവിടെ നോക്കിയേ, ഉണ്ടോ? ഹെഡിങ് H2 എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വെൽക്കം ടു അവർ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തു. നോക്കിയേ, വെൽക്കം ടു അവർ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ആ സ്കൂളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ? അത് കൊടുക്കാനായിട്ട് നമ്മൾ പാരഗ്രാഫിനകത്ത് നോക്കി, പി ടാഗിനുള്ളിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഈ പി ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഈ പി ടാഗിനെ ഇവിടെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ പി ടാഗിനുള്ളിൽ വേണം നമ്മൾ പാരഗ്രാഫ് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് ഇവിടെ ഏറ്റവും താഴെ നോക്കിയേ, ഒരു ടേബിൾ കാണാം അല്ലേ? ഈ ടേബിൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ടേബിൾ കൊടുക്കാനായിട്ട് ഇവിടെ നോക്കിയേ, ടേബിൾ ടാഗ് വേണം. ടേബിൾ കൊടുക്കുന്ന ടേബിൾ ടാഗിനകത്ത് ഇവിടെ നോക്കിയേ, അതിന് താഴെ TR ഉണ്ട്, TD ഉണ്ട് അല്ലേ?
TR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ റോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഈ വലത്ത് സൈഡിലേക്ക് കൊടുക്കുന്ന ഓരോന്നിനെ റോ എന്നും ഈ താഴേക്കുള്ളതിനെ കോളം എന്നും പറയുന്നത് അല്ലേ. ഈ റോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ TR ടാഗിനുള്ളിൽ വേണം കൊടുക്കാൻ. TD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളത്തിന് വേണ്ടിയാണ് TD ടാഗ് ഉപയോഗിക്കുന്നത്. നോക്കുക, അതിന് ശേഷം ഈ TR ടാഗ് ക്ലോസ് ചെയ്യുന്നു, TD ടാഗുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ HTML ടാഗും ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ഓപ്പണിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ്. ഓപ്പണിംഗ് ടാഗ് നോക്കിയാൽ ഹെഡ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. ക്ലോസിംഗ് ടാഗ് എങ്ങനെയാണ്? സ്ലാഷ്, അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ടാഗിൻ്റെ കൂടെ ഒരു സ്ലാഷും കൂടെ കൊടുത്ത് അതൊരു ക്ലോസിംഗ് ടാഗാണ്. പിന്നെ അതിൻ്റെ ഉപയോഗം പറഞ്ഞിരിക്കുന്നു. അടുത്തിവിടെ ടൈറ്റിൽ ടാഗ്. ഇതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ടൈറ്റിൽ ടാഗിൻ്റെ കൂടെ ഒരു സ്ലാഷ് കൊടുക്കുക. അതുപോലെ തന്നെ ബോഡി ടാഗും ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു സ്ലാഷ് കൊടുക്കുക. ഇവിടെ ക്ലോസിംഗ് ടാഗാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ടാഗ് എങ്ങനെയായിരിക്കും? വെറുതെ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ H1 എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ പാരഗ്രാഫിൻ്റെ അല്ലേ, ടാഗ് ക്ലോസ് ചെയ്യുക എങ്ങനെയാണ്? ഒരു സ്ലാഷ് കൊടുക്കുക. ഇനി നമ്മളോടൊരു HTML കോഡ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു HTML കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്ററിലാണ്. അതിനായിട്ട് നമ്മൾ ഷോ ആപ്ലിക്കേഷൻസിൽ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് ഈ തന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യം ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ HTML എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് താഴെ ഹെഡ് ടാഗ് കൊടുത്തു. വീണ്ടും ടൈറ്റിൽ ടാഗ് കൊടുക്കുന്നു. ടൈറ്റിൽ ടാഗിനുള്ളിൽ നമുക്ക് എന്താണ് കൊടുക്കണ്ടേ? നമുക്കൊന്നൊരു സ്പേസ്, ഇൻഡൻറ്റേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. ഇൻഡൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്നാ കൊടുക്കുന്നത്? നമ്മുടെ സ്കൂളിൻ്റെ പേര്. ഇപ്പം ഗവൺമെൻറ് HSS എന്ന് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഓക്കെ, ടൈറ്റിൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടല്ലേ. എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ആംഗിൾ ബ്രാക്കറ്റ് സ്ലാഷ് ടൈറ്റിൽ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഈ ഹെഡ് ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ആംഗിൾ ബ്രാക്കറ്റ് സ്ലാഷ് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യണം? ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കണം അല്ലേ. അപ്പോൾ ടാഗ് കൊടുത്തു. അതിനുശേഷം ഒരു H1 ഹെഡിങ് എന്നുള്ള രീതിയിൽ H1 ടാഗ് കൊടുത്തു. അത് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ചെയ്തതിനെ ഒന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്തു. വെൽക്കംസ് യു അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്തൊക്കെ ക്ലോസ് ചെയ്യേണ്ടതെന്ന് നോക്കി. H1 ടാഗും ടാഗും ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെ H1 ടാഗ് ക്ലോസ് ചെയ്യുക ആദ്യം. അതിനുശേഷം ടാഗും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് HTML ടാഗും ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ HTML കോഡ് എപ്പോഴും നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് ഈ രീതിയിൽ നമ്മൾ കൊടുക്കണം. ഇതിനെ നമുക്ക് സേവ് ചെയ്യണം അല്ലേ. സേവ് ചെയ്യാനായിട്ട് ഇവിടെ ഈ സേവിൻ്റെ ഇപ്പോൾ ഈ 3 ലൈൻ കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് സേവ് ആസ് ഓപ്ഷൻ എടുക്കുക. സേവ് ആസ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം സ്റ്റുഡൻസ് വർക്ക്സ് 9 നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ആയതുകൊണ്ട് ഫസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനി HTML ഫയൽ എപ്പോഴും നമ്മൾ സേവ് ചെയ്യേണ്ട .html എന്ന എക്സ്റ്റൻഷനോട് കൂടി ആയിരിക്കും. .html. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കണം അല്ലേ. റൺ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇത് റൺ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല. റൺ ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്തെടുത്ത് പോകണം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9 നമ്മൾ സേവ് ചെയ്ത്. ഇപ്പോൾ സ്റ്റുഡൻസ് വർക്ക്സ് 9 എടുക്കുക. ഇവിടെ ഫസ്റ്റ് .html അല്ലേ, ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഉണ്ടോ? നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ
ഗവൺമെൻറ് HSS എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇവിടെ വന്നു. ഹെഡിങ് നോക്കി H1 സൈസിൽ ഗവൺമെൻറ് HSS വെൽക്കംസ് യു എന്നുള്ള ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ബോഡി ടാഗ് നമ്മൾ ആ കണ്ട ബോഡിയില്ലേ, ബോഡി BG കളർ ഈസ് ഈക്വൽ ടു ബ്ലൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ ഇങ്ങനെ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഹെക്സാ ഡെസിമൽ ആയിട്ട് കൊടുക്കാം. എന്നുണ്ടോ, ഹെക്സാ ഡെസിമൽ കോഡ് ഇതാണ്. ഇങ്ങനെ ഹെക്സാ ഡെസിമൽ കോഡ് കൊടുത്തു വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാം. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും നമുക്ക് ഇമേജസ്, ഇപ്പോൾ സ്കൂളിൻ്റെ ഇമേജ് നമ്മൾ ആദ്യത്തിനകത്ത് കണ്ടല്ലേ, സ്കൂളിൻ്റെ ഇമേജ് കണ്ടു. അപ്പോൾ അതുപോലെ നമുക്ക് ഇമേജ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുന്നത് IMG, ഇമേജിൻ്റെയാണ് IMG SRC. ഇമേജ് എന്ന് പറയുന്ന ടാഗാണ്, SRC എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്. ഇമേജ് ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് SRC. SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്. ഈ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് അതാണ് SRC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ school.png എന്നൊരു ഇമേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് IMG SRC ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ school.png അങ്ങനെ വേണം കൊടുക്കാൻ. അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഹൈറ്റും എടുത്ത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു വെബ് പേജ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെബ് പേജ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ആയി ചെയ്ത കോഡ് അല്ലേ, ഏതൊക്കെയായിരുന്നു? HTML ഹെഡ് ടൈറ്റിൽ ടാഗ് ഒക്കെ കൊടുത്തു. ഈ H1 വരെ നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ. അപ്പോൾ അതിന് ശേഷം താഴേക്കുള്ളത് ഈ ടെക്സ്റ്റിൽ നോക്കി ടൈപ്പ് ചെയ്യുക. ഞാനത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ ഈ H1 വരെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം P ടാഗ്, P എന്ന് പറയുന്ന പാരഗ്രാഫ് അല്ലേ. P ടാഗിനുള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, പാരഗ്രാഫിനുള്ളിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് കൊടുക്കുക. അതിൻ്റെ സൈസ് നോക്കി H2, ഹെഡിങ് 2 എന്നുള്ള സൈസിലാണ് കൊടുക്കുന്നത്. അടുത്തത് H3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഇവിടെ നോക്കിയേ IMG ഇമേജ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഒരു ഇമേജ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ കളർ നമ്മൾ പറഞ്ഞായിരുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പം BG കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇമേജ് IMG SRC ഈസ് ഈക്വൽ ടു juice.png, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം P ടാഗിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് ടൈപ്പ് ചെയ്യുന്നു. അവസാനം P ടാഗ് ക്ലോസ് ചെയ്യുന്നു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗും ക്ലോസ് ചെയ്തു. വീണ്ടും അതിനെ ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് അതിനൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കണം. റൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്റ്റുഡൻസ് വെർഷൻ 9 first.html എന്നായിരുന്നു നമ്മൾ സേവ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ ഇമേജ് വന്നിട്ടില്ല അല്ലേ. നിങ്ങൾ റൺ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, ഇമേജ് വരത്തില്ല. അപ്പം നമുക്ക് ആ ഇമേജ് വരാനായിട്ട് നമ്മൾ ഫയൽ ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 വെബ് പേജിൽ ഇവിടെ juice.png ഉണ്ടല്ലോ, അതിനെ ഒന്ന് കോപ്പി ചെയ്യുക. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിന് ശേഷം സ്റ്റുഡൻസ് വർക്ക്സ് 9 കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എവിടെയാണോ നമ്മൾ സേവ് ചെയ്യുന്നത് അവിടെ തന്നെ ആ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് എടുത്തുള്ളൂ. ഇതിനൊന്ന് റീലോഡ് ചെയ്താൽ മതി. ഇതാണ് റീലോഡ് ചെയ്യുന്നത്, ഉണ്ടോ. അപ്പോൾ റീലോഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആ ഇമേജ് കിട്ടി. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നോക്കിയേ, ഇതുപോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന പേരിൽ ഒരു ടേബിൾ നമുക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ വെബ് പേജിൽ തന്നെയാണ് നമുക്ക് ടേബിൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോഡി ടാഗിന് താഴെയായിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. അത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ടേബിൾ കൊടുക്കാനായിട്ട് ആദ്യം ടേബിൾ ടാഗിനുള്ളിൽ കൊടുക്കണം. ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 2, അതായത് ബോർഡറിൻ്റെ ആ ഒരു സൈസാണ് നമ്മൾ 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതായത് കളറ് പ്രൊഡക്റ്റ് കാറ്റലോഗ്, അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതുപോലെ തന്നെ സൈസ് 5, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഇവിടെ നോക്കിയേ, TR എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നല്ലേ. TR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയാണ്. TH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിങ്ങിന് വേണ്ടിയാണ് TH കൊടുക്കുന്നത്. TR റോയ്, TH എന്ന് പറയുന്ന ഹെഡിങ്, TD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം. ഇനി ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്തു നോക്കാം. ഇത്രയും കോഡ് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാം.
അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒന്ന് റീലോഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ആ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറഞ്ഞ ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ഈ ഒരു രീതിയിൽ ടേബിൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു വീഡിയോ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ നോക്കി വീഡിയോയുടെ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. പി ടാഗിന് താഴെയായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യുക. ഇതിനൊന്ന് റീലോഡ് ചെയ്താൽ മതി. റീലോഡ് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് വരാത്തത്. എന്തുകൊണ്ടായിരുന്നു? നമുക്ക് ആ വീഡിയോനെ അതൊന്ന് കോപ്പി ചെയ്തിടണം. സ്കൂൾ റിസോഴ്സസിൽ നിന്ന് ക്ലാസ് 9 വെബ് പേജിൽ ഇവിടെ fruits.mp4 എന്ന പേരിലൊരു വീഡിയോ ഉണ്ട്. അതിനെ ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് സ്റ്റുഡൻസ് വർക്ക്സ് 9 ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വീഡിയോയുടെ പേര് fruits.mp4 എന്നാണ്. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ video.mp4 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന പേര് മാറ്റി ഫ്രൂട്ട്സ് എന്ന പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേര് വേണം ഇവിടെ സോഴ്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട്. വീണ്ടും ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റീലോഡ് ചെയ്യുക. നമ്മുടെ ഇവിടെ വീഡിയോ വന്നിട്ടുണ്ട് അല്ലേ. ഈ വീഡിയോനെ റൺ ചെയ്യാനായിട്ട് ഈ പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി.